വടക്ക് നോക്കി യന്ത്രങ്ങൾക്ക് ചലനശേഷി ഇഷ്ടപ്പെടുന്ന വിമാനങ്ങളും കപ്പലുകളും ദിശയെത്തി അലഞ്ഞ് ഈ ഭൂതലത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ബെർമുഡ ട്രയാങ്കിൾ എന്ന നിഗൂഢ ഭൂമിയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇവ എന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിയവനാണ്. കാഫ്ക കുട്ടിയോട് ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നതെന്ന് വെച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിലൊരു പാവക്കുട്ടി ഉണ്ടായിരുന്നു, ഞാൻ അതിനെയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, അത് എൻ്റെ ഇത് കളഞ്ഞു പോയി എന്ന് പറഞ്ഞു. നിങ്ങൾക്കിപ്പോൾ ഇന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വെച്ചാലും കുറേ കഴിഞ്ഞിട്ട് വേറൊരു രൂപത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. സങ്കടപ്പെടണ്ട, ഞാനൊരു യാത്രയ്ക്ക് പോയതാണ് എന്ന് പറഞ്ഞു. ഞാൻ എവിടേക്ക് പോകുന്നോ അവിടെ നിന്നൊക്കെ നിനക്ക് കത്തെഴുതാമെന്ന് പറയും. വളരെ മോശം സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഈ ലോകത്ത്, അത് മനസ്സിലാക്കണം. അവർ പക്ഷെ അതിൽ ആനന്ദം കണ്ടെത്താൻ പഠിച്ചവരാണ്, സന്തോഷം കണ്ടെത്താൻ പഠിച്ചവരാണ്. നിങ്ങളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാ? ഏത് സ്കൂളിലാണ് പഠിക്കണേ? ചാല. മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയമാണോ? മലയാളം മീഡിയം, VHSE. ഇപ്പം ആൺകുട്ടികൾക്കൊന്നും ശബ്ദമില്ലാന്ന് തോന്നുന്നു, പെൺകുട്ടികൾ മാത്രം മറുപടി പറയുന്നു. എല്ലാവരും ക്ഷീണിച്ചിരിക്കാൻ തോന്നുന്നു അല്ലേ? വെയിലുകൊണ്ട് ക്ഷീണിച്ചാണോ? ആണോ? ഉറങ്ങരുത്, ഉറങ്ങിയ കഥ പറയാൻ പറ്റില്ല. കഥ കേട്ടിട്ട് കുറച്ചുകൊണ്ട് ഉറങ്ങിയാൽ മതി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ പരിപാടി കണ്ടവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? വലിയ സന്തോഷം. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചമ്മിപ്പോയേനെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഇവർ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം നമുക്കൊരു 10-25 വയസ്സിന് മേലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ്, അവർ പറഞ്ഞാൽ ശ്രദ്ധിക്കും. ഇത് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ മുട്ടിടിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ കേട്ടോ. കാരണം നിങ്ങളെ എങ്ങനെ എൻഗേജ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ കുറേ കഥയൊക്കെ കേട്ടുമല്ലോ അല്ലേ? കഥ ഇഷ്ടമില്ലാത്ത ആരാളുള്ള ഇതിൻ്റെ കൂടുതൽ? കഥ ഇഷ്ടമില്ലാത്തൊരു കൈ വന്നിച്ചേ. കഥ ഇഷ്ടമുള്ളൊരു കൈ വന്നിച്ചേ. കൈക്ക് അസുഖമുള്ളവരൊന്ന് കൈ വന്നിച്ചേ. ഇത് രണ്ടും പൊന്തിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം വേണ്ടത് എന്ത് ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു കൊച്ചു കഥ പറയാം. ഓക്കെ, കഥ ഇഷ്ടമാണോ? ഇപ്പോൾ പാവകളിയൊക്കെ കണ്ടില്ലേ? പാവേനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടോ അവിടെ? വീട്ടിൽ പാവകൾ എത്ര ആളുണ്ട്? ഓ, പാവം വെച്ച് കളിക്കേണ്ട പ്രായം. ഓക്കെ, പാവയുണ്ട് വീട്ടിൽ? ഇല്ല, പാവല്ല. പാവയൊക്കെ മതിയാക്കിയല്ലേ, വലിയ കുട്ടിയല്ലേ? നിങ്ങൾക്ക് പാവയുണ്ടോ? പാവയില്ലേ? അയ്യോ, വീട്ടിൽ പോകുമ്പോൾ വാങ്ങിച്ചു തരാൻ പറഞ്ഞു കേട്ടോ. ഈ കഥ ഒരു പാവയെ പറ്റിയുള്ള കഥയാണേ. കാഫ്ക എന്നുള്ള വാക്ക് കേട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കാഫ്ക. അപ്പോൾ എന്തോ ഇവന് ഭയങ്കര വിവരമാണല്ലോ. ഈ ചെറിയ പ്രായത്തിൽ നീ കാഫ്കയെ പറ്റി കേട്ടോ? പേരെന്താ? ഫർഹാൻ. കാഫ്ക എന്നുള്ള പേര് എവിടെ കേട്ടത്? കാഫ്കയുടെ ഏത് പുസ്തകം വായിച്ചിട്ടുള്ളേ? എൻ്റെ ടെക്സ്റ്റിലുണ്ട്. ടെക്സ്റ്റിലുള്ളത് വായിച്ചതാണ് അല്ലേ? കുഴപ്പമില്ല, വായിച്ചിട്ടുണ്ടല്ലോ, വലിയ കാര്യം. അവൻ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ ആരും വായിച്ചിട്ടില്ല. കാഫ്ക എന്ന് പറഞ്ഞ എഴുത്തുകാരുണ്ടായിരുന്നു. പുള്ളിയുടെ മെറ്റമോർഫോസിസ് എന്ന കഥയൊക്കെ വളരെ ഫേമസ് ആണ്. അപ്പോൾ കാഫ്കയും ഒരു പാവക്കുട്ടിയും എന്നാണ് കഥയുടെ പേര്. കാഫ്ക ഒരു വലിയ എഴുത്തുകാരനാണ്. കാഫ്കയുടെ പേരിനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യണം, വലിയൊരു എഴുത്തുകാരൻ. അയാളും പാവക്കുട്ടി എന്നാണ് കഥയുടെ പേര്. കേട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചമ്മണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കാം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയൂല. കേൾക്കാത്തൊരു ഇഷ്ടംപോലെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ കാഫ്ക ഇങ്ങനെ, കാഫ്കയ്ക്ക് നടക്കുന്ന ശീലം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് നടക്കുന്ന ആൾക്കാരുണ്ട്? രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുന്ന? കള്ളം പറയരുത്. നീ രാവിലെ എഴുന്നേറ്റ് എവിടെ നടക്കുന്നു? അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും അല്ലേ? നടക്കാൻ പോകുന്ന ആൾ. ഇപ്പോൾ പലരും നടക്കാൻ പോകുന്ന ശീലമുള്ള ആൾക്കാരാണ്. കാഫ്ക നടക്കാൻ പോകുന്ന ശീലമുള്ള ആളായിരുന്നു. ഒരു ഞായറാഴ്ച ദിവസം കാഫ്ക നടക്കാൻ പോയി. ഓക്കെ, നടക്കാൻ പോയി രാവിലെ. അപ്പം ഇങ്ങനെ നടന്ന് പാർക്കിലൂടെ നടന്ന് കുറേ കഴിഞ്ഞപ്പം കാഫ്ക ഒരു മരത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ഒരു കുട്ടി ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ കാഫ്ക കുട്ടിയോട് ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നതെന്ന് വെച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ കയ്യിലൊരു പാവക്കുട്ടി ഉണ്ടായിരുന്നു, ഞാൻ അതിനെയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, അത് എൻ്റെ ഇത് കളഞ്ഞു പോയി എന്ന് പറഞ്ഞു. എന്ത് പോയി? എന്ത് കളഞ്ഞു പോയി? പാവക്കുട്ടി കളഞ്ഞു പോയി പറഞ്ഞു. ഇപ്പോൾ കാഫ്കയ്ക്ക് സങ്കടമായി, പാവം കുട്ടിയുടെ അപ്പോൾ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നമുക്ക് തപ്പാം, അന്വേഷിപ്പിക്കാൻ കണ്ടെത്തുന്നതാണല്ലോ, അപ്പോൾ നമുക്ക് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ തപ്പാൻ തുടങ്ങി. അപ്പോൾ അവർ മരത്തിൻ്റെ ചുവട്ടിൽ നോക്കി, അപ്പുറത്ത് നോക്കി, എല്ലായിടത്തും നോക്കി, എവിടെയും കിട്ടി. നീ എന്താ അത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? റിലാക്സ്. അപ്പോൾ അന്വേഷിച്ച് പോയി പാവക്കുട്ടിയെ കിട്ടിയില്ല. അപ്പോൾ കാഫ്ക പറഞ്ഞു, നമുക്ക് നാളെ വന്ന് അന്വേഷിക്കാം, തൽക്കാലം നീ വീട്ടിൽ പോ, കരയണ്ടെന്ന് പറഞ്ഞു. കാഫ്ക അടുത്ത ദിവസം നേരത്തെ വന്നു. ഭയങ്കര അന്വേഷണം, കിട്ടുന്നില്ല.
അപ്പോൾ കാഫ്ക എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ സങ്കടപ്പെടാൻ വയ്യല്ലോ. അപ്പോൾ കാഫ്ക ഒരു കത്ത് എഴുതിയിട്ട് അവിടെ സ്ഥലത്ത് വെച്ചു. കുട്ടി അടുത്ത ദിവസം വന്നപ്പോൾ കുട്ടി ഉണ്ട്, അതെവിടെ കത്ത് കാണുന്നുണ്ടല്ലോ, എൻ്റെ പാവക്കുട്ടിയുടെ കത്താന്ന് തോന്നുന്നു, നമുക്ക് വായിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അതിൽ എഴുതിയിരിക്കുന്നതെന്നറിയോ? ഇയാളാണ് എഴുതി വെച്ചിട്ടുള്ളത്. പറഞ്ഞു, ഞാൻ നിൻ്റെ പാവക്കുട്ടിയാണ്, എന്നെ കാണാതെ നീ വിഷമിക്കുകയാണെന്ന് എനിക്കറിയാം, സങ്കടപ്പെടണ്ട, ഞാനൊരു യാത്രയ്ക്ക് പോയതാണ് എന്ന് പറഞ്ഞു. എവിടെ പോയതാണ്? യാത്രയ്ക്ക് പോയതാണ്, ഞാൻ എവിടേക്കോ പോകുന്നോ അവിടെ നിന്നൊക്കെ നിനക്ക് കത്ത് എഴുതാമെന്ന് പറയും. മനസ്സിലായോ? പാവക്കുട്ടിയുടെ കത്താന്ന് കുട്ടി വിചാരിച്ചു. അങ്ങനെ കുട്ടി ഈ പാവക്കുട്ടിയുടെ കത്തും കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കാഫ്ക വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഈ പാവക്കുട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ട് കത്ത് എഴുതാൻ തുടങ്ങി. ഞാനിങ്ങനെ ഇപ്പോൾ ഈജിപ്തിലാണ്, ഞാൻ പിരമിഡ് കണ്ടു, ഞാൻ മറ്റോടത്താണ്, ഞാൻ അമേരിക്കയിൽ പോയി. ഇതൊക്കെ കുട്ടിക്ക് സന്തോഷമായി. കാരണം ഈ പാവക്കുട്ടി പോകുന്നിടത്ത വിശേഷങ്ങളൊക്കെ ഈ കുട്ടിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ കുട്ടി വളരെ സന്തോഷിച്ചു. പക്ഷേ കാഫ്ക കുറേ കഴിഞ്ഞപ്പം കാഫ്കയ്ക്ക് ഇതിനൊരു അവസാനമാണല്ലോ. അപ്പോൾ കാഫ്ക ഒരു ദിവസം പറഞ്ഞു, ഒരു ദിവസം കുറേ കഴിഞ്ഞിട്ട് ഈ കുട്ടി വീണ്ടും ഒരിക്കലും ഇതുപോലെ പാർക്കിലോട്ട് വന്നപ്പോൾ അവിടെ വേറൊരു പാവക്കുട്ടിയെ കാഫ്ക കൊണ്ടുവയ്ക്കും. അപ്പോൾ കുട്ടിക്ക് സന്തോഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവക്കുട്ടിയല്ല, കാണാതെ പോയ പാവക്കുട്ടിയല്ല തിരിച്ചു കൊണ്ടുവയ്ക്കുന്നത്. കാഫ്ക അതിനെ കണ്ടിട്ടില്ലല്ലോ, കാഫ്കയ്ക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണെന്ന്. ഒരു പാവക്കുട്ടിയെ കൊണ്ടുവയ്ക്കും. അതിന് നെഞ്ചിലൊരു രഹസ്യ അറയുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി അത് തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയൊരു കുറിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താ എഴുതിയിരുന്നത്? ഞാൻ നിൻ്റെ കളഞ്ഞുപോയ പാവക്കുട്ടിയാണ്, ഞാൻ ഒരുപാട് യാത്രകളൊക്കെ പോയി അങ്ങനെ കറങ്ങി കറങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ നിനക്കിപ്പോൾ എന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. അതിന് കാരണം എന്താ? ഈ യാത്രകളിലെ അനുഭവങ്ങൾ എന്നെ ഒരുപാട് മാറ്റി, ഞാനിന്ന് വളരെ വ്യത്യസ്തനായൊരു വ്യക്തിയാണ് എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് സന്തോഷമായി, സമാധാനമായി. അപ്പം കുട്ടിക്ക് സാധനം കിട്ടി. അപ്പോൾ ഈ കഥയുടെ മോറൽ എന്താ? മോറൽ ഓഫ് ദ സ്റ്റോറി എന്താ? നിങ്ങൾക്കിപ്പോൾ ഇന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വെച്ചാലും ചിലപ്പോൾ കുറേ കഴിഞ്ഞിട്ട് വേറൊരു രൂപത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക. ചിലപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ല നഷ്ടപ്പെട്ട സാധനമാണ് തിരിച്ച് കിട്ടിയത് എന്ന്. മനസ്സിലായോ? നല്ല കഥയല്ലേ ഇത്? പോയ സാധനം തിരിച്ചു കിട്ടുമെന്നുള്ളത്. അതൊരു കഥ. ഇനിയും കഥയുണ്ട്, നമുക്ക് വേറെ കഥകൾ പറയാം. ആ കൂടെ 10-15 മിനിറ്റുള്ളൂ, നമുക്ക് 2-3 കഥ പറഞ്ഞിട്ട് അങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനിയൊരു കഥയുള്ളത്, നിങ്ങൾ എത്ര പേര് കിം കി ഡുക്കിൻ്റെ സിനിമ കണ്ടിട്ടുള്ളവരുണ്ട്? ഞാനൊരു സിനിമയുടെ കഥയാണ് പറയാൻ പോകണം. കണ്ടിട്ടുള്ള ഒറ്റ കുട്ടിയെ കണ്ടിട്ടുള്ളൂ അല്ലേ കിം കി ഡുക്കിൻ്റെ കഥ? ഇതൊരു സിനിമയുടെ കഥയാണ്. ഞാൻ സിനിമ കഥ പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയരുത് അവസാനം. ഒരു സിനിമയിലെ കഥയാണ്. കിം കി ഡുക്കിൻ്റെ സ്പ്രിംഗ് സമ്മർ, ബാക്കി എന്താ വിൻ്ററോ എന്താണ് അവസാനമുണ്ട് ഒരു സിനിമയിൽ. അതിൽ സ്പ്രിംഗ് എന്ന് പറയുന്ന കഥയാണ്. എത്ര പേര് കേട്ടുന്നെന്ന് എനിക്കറിയില്ല. ഒരു വലിയൊരു കാട്, ഓക്കെ, സങ്കല്പിക്കണം, നിങ്ങൾ ആലോചിക്കണം. കാട്ടിൽ പോയിട്ടുള്ള എത്ര ആളുണ്ട്? കാട്ടിൽ പോയിട്ടുണ്ടോ? കാട്ടിലൊക്കെ പോയിട്ടുണ്ടോ? ആ വലിയൊരു കാട് ആലോചിക്കുക, വലിയൊരു കാട്. ആ കാട് അവിടെ ഒരു ബുദ്ധവിഹാരമുണ്ട്. ഈ കാടിൻ്റെ നടുക്കായിട്ട് ഒരു വലിയ തടാകമുണ്ട്. വലിയൊരു കാട്, അതിന് നടുക്കെന്താണ്? വലിയൊരു തടാകം. ആ തടാകത്തിലേക്ക് ഒരു തോണി കയറി പോകണം. അതിൻ്റെ അകത്ത് നടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നടുക്കിൽ ചെറിയൊരു തുരുത്തുണ്ട്. ഈ തുരുത്തിലൊരു ബുദ്ധവിഹാരമുണ്ട്. അപ്പം അവിടെ ഒരു ബുദ്ധ ഭിക്ഷു താമസിക്കുന്നുണ്ട്. ബുദ്ധ ഭിക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിസ്റ്റ് മോങ്ക് താമസിക്കുന്നത്. എത്ര പേര് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരുണ്ട്? ഞാൻ ഭിക്ഷു എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുമല്ലോ അല്ലേ? ബുദ്ധിസ്റ്റ് മോങ്ക് താമസിക്കുന്നുണ്ട്. ആ മോങ്കിന് ഒരു കുഞ്ഞു ഡിസൈപ്പിൾ ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു ശിഷ്യനുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരു കുട്ടി, ബുദ്ധ ഭിക്ഷു. അത് നിങ്ങൾ പോയി കാണണം കേട്ടോ. ആ സിനിമ നിങ്ങൾ പറ്റിയൊന്ന് കണ്ടു നോക്കൂ. ഈ പറഞ്ഞ ഭാഗം സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഈ ബുദ്ധിസ്റ്റ് വലിയ വയസ്സായ ഒരാളാണ്, നല്ല പ്രായമുള്ള ആളാണ്. അയാൾക്കൊരു കുഞ്ഞു ശിഷ്യനുണ്ടായിരുന്നു. അപ്പം ഇവരിത് ഒന്നിച്ചവിടെ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ ഈ ബുദ്ധ ഭിക്ഷു അറിയാതെ ഈ കുട്ടി ഒരു അവിടെയുള്ള തോണി എടുത്തുകൊണ്ട് അങ്ങ് പോവും, കാട്ടിലേക്ക് പോവും. പക്ഷേ ഇവൻ അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഭിക്ഷു പിന്നാലെ വന്നിരുന്നു, ഇവൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഭിക്ഷു നോക്കുമ്പോൾ എന്താ, ഇവൻ ആ വഴി കൂടെ പോകുന്ന ജീവികളൊക്കെ ഉപദ്രവിക്കുക. ഈ കുട്ടി ഒരു മീനിനെ പിടിച്ചു. ഒരു മീനിനെ പിടിച്ചിട്ട് ഒരു നൂല് കെട്ടിയിട്ട് ഒരു കല്ലും കൂടി കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു. അപ്പം മീനിന് നീന്താൻ പറ്റുമോ? കല്ലെട്ടി കഴിഞ്ഞാൽ നീന്താൻ വയ്യാതെ കടന്ന് കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഇവനൊരു തവളയെ പിടിക്കും. ആ തവളയുടെ കാലിലൊരു കല്ല് കെട്ടിയിടും. എന്നിട്ട് തവള കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഒരു തുമ്പിയെ പിടിക്കും, അല്ലെങ്കിൽ പൂമ്പാറ്റയെ പിടിക്കും, അതിൻ്റെ കെട്ടി കൊടുക്കും ഒരെണ്ണം. അപ്പം ഇയാളിതിങ്ങനെ കാണണം, ഈ കുട്ടി ഇങ്ങനെ നടന്ന് ആൾക്കാരെ ഉപദ്രവിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ അനിമൽസിനെ ഉപദ്രവിക്കുകയാണ്. ഇയാൾ ഒന്നും ചെയ്യില്ല, ഒന്നും പറയില്ല കുട്ടികൾ. സാധാരണ നമ്മൾ എന്ത് ചെയ്യും? എന്താണ് കാണിക്കണമെന്ന് വെച്ചാൽ ചീത്ത പറയല്ലേ ചെയ്യുക. അത് പക്ഷേ ചിലപ്പോൾ പാഠം പഠിക്കില്ല, മനസ്സിലാവില്ല എന്തിനാ ചീത്ത പറഞ്ഞതെന്ന്. അല്ലേ, നിങ്ങളെ അച്ഛനും അമ്മയും ചീത്ത പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്തിനാ ചീത്ത പറഞ്ഞതെന്ന്? ചിലപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇവനൊരു പാഠം പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കും. എങ്ങനെ പാഠം പഠിപ്പിച്ചതെന്നറിയാമോ? അടുത്ത ദിവസം രാവിലെ ഈ കുട്ടി ഉറക്കം എഴുന്നേറ്റപ്പോൾ എന്ത് സംഭവിച്ചതെന്നറിയാമോ? അതിൻ്റെ പുറത്ത്
വലിയൊരു കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്, ടേപ്പ് അടിച്ച് വെച്ചേക്കുവാണ്. അനങ്ങാൻ വയ്യ, എടുക്കാൻ വയ്യ, തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കുട്ടി എന്നിട്ട് ആരും കാണുന്നില്ല അവിടെ ഒന്നും. കുട്ടി എഴുന്നേൽക്കുന്നു, പോയിട്ട് പല്ല് വയ്ക്കാൻ നോക്കുന്നു, വയ്യ, പുറത്ത് കല്ല് കെട്ടിയിരിക്കുകയാണ്, കുളിക്കാൻ നേരത്ത് പറ്റുന്നില്ല, അവന് പുറത്തിറങ്ങി കളിക്കാൻ പറ്റുന്നില്ല, കല്ല് പുറത്ത് കല്ലാണ്. അപ്പോൾ ഇത് കുറേ കഴിഞ്ഞപ്പം ഈ ബുദ്ധിഭിക്ഷു തിരിച്ചു വരും. എന്നിട്ട് പറയും, എങ്ങനെയുണ്ട് കല്ലൊക്കെ പുറത്ത് കെട്ടിയിട്ട്, സുഖം തന്നെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ അപ്പോൾ ഇയാളത് ഊരി കൊടുക്കും. എന്നിട്ട് ഇയാൾ പറയും, ഓർമ്മയുണ്ടോ ഇന്നലെ എന്താ ചെയ്തതെന്ന് ചോദിക്കും. ഇന്നലെ നീ ഒരു മീനിൻ്റെ പുറത്ത് കല്ല് കെട്ടി അല്ലേ, തുമ്പിയുടെ പുറത്ത് കല്ല് കെട്ടി അല്ലേ, നിൻ്റെ പുറത്ത് കല്ല് കെട്ടിയപ്പോൾ നിനക്ക് മനസ്സിലായോ പ്രശ്നം എന്താണെന്ന്? അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഈ കല്ലിനൊരു ഭാരമുണ്ട്. അപ്പം നീ ഒരു മീനിൻ്റെ പുറത്ത് കല്ല് കെട്ടി, അത് വെള്ളത്തിൽ വീണ് ചത്തുപോയെന്ന് വിചാരിച്ചു, കിടന്ന് ചത്തുപോയെന്ന് വിചാരിച്ചു. അപ്പോൾ നിൻ്റെ മനസ്സിലേക്ക് ആ കല്ലിൻ്റെ ഭാരം കയറും. നിൻ്റെ മനസ്സിലൊരിക്കൽ കല്ലിൻ്റെ ഭാരം കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ അത്ര എളുപ്പമല്ല. നിങ്ങളിപ്പോൾ ഒരാളെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ ഒരു ചെറിയ സാധുജീവി ഉപദ്രവിച്ചു, അത് മരിച്ചുപോയെങ്കിൽ, അത് ചത്തുപോയെങ്കിൽ നമുക്ക് മനസ്താപം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മനസ്താപം ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും തന്നെ എന്ത് ചെയ്യരുത്, ചെയ്യരുത്. നമ്മൾക്ക് എമ്പതി എന്ന് പറഞ്ഞൊരു സാധനം നല്ലപോലെ വേണം അല്ലേ. നീ വെറുതെ ഉപദ്രവിക്കലുണ്ടോ മീനിനെയൊക്കെ? 8 കാലിയെ കണ്ട തച്ചു കൊല്ലലുണ്ടോ? ഭൂമിയിൽ ജീവിക്കുന്ന സാധനങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ. കൊതുകിനെ ചിലപ്പോൾ തടിച്ചു കൊല്ലും അല്ലേ. അപ്പോൾ 2 കഥയായി. നിങ്ങൾ ആർക്കൊക്കെ ഇനി കഥ പറയാൻ താല്പര്യമുള്ളൂ? ഞാൻ 2 കഥ പറഞ്ഞു. നിങ്ങൾ ആരെയും ഒരു കഥ പറഞ്ഞാൽ കേൾക്കട്ടെ. ആരെയും കഥ പറയാൻ അറിയുന്ന ആളുണ്ട്? ഇവനെന്തോ കഥ, ബാ നീ ഇപ്പോൾ കഥ പറയാം. ബാ, കഥ നല്ല വിശാലമായിട്ട് പറയണം. സാറാണെങ്കിൽ ബെർമുഡ ട്രയാങ്കിളിനെ പറ്റി അവതരിപ്പിച്ച അതെങ്ങനെ ഉണ്ടാവുമെന്നാണ്. വടക്ക് നോക്കി യന്ത്രങ്ങൾക്ക് ചലനശേഷി ഇഷ്ടപ്പെടുന്ന വിമാനങ്ങളും കപ്പലുകളും ദിശയെത്തി അലഞ്ഞ് ഈ ഭൂതലത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ബെർമുഡ ട്രയാങ്കിൾ എന്ന നിഗൂഢ ഭൂമിയുടെ കഥ. കേട്ടുകേൾവിക്കും കെട്ടുകഥക്കും അപ്പുറം ബെർമുഡ ട്രയാങ്കിളിനെ ഒരു കടൽക്കനിയാക്കി മാറ്റുന്ന നിഗൂഢ ഭൂമികയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. അടിപൊളി. മോൻ്റെ പേരെന്താ? അനന്തപത്മനാഭൻ, ക്ലാസ് 5E, ആര്യ സെൻട്രൽ സ്കൂൾ. ഇനി മണിച്ചിത്ര സാറ് എങ്ങനെ പറഞ്ഞ എന്തോ മണിച്ചിത്ര സാറ് എന്ന സിനിമയിലെ കാര്യം പറഞ്ഞ എന്തുവായിരുന്നു, അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന മാടമ്പിള്ളിയുടെ മാനസിക രോഗിയുടെ കഥ. നാഗവല്ലി എന്ന ദുരന്ത നായികയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇവ എന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിയവനാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കഥയും കൂടെ പറയാം. ഓക്കെ, ഞാൻ വീണ്ടും ചൈനയിലോട്ടൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നു കേട്ടോ. ചൈനയിൽ ഒരു കർഷകനുണ്ടായിരുന്നു. ഒരു കർഷകനുണ്ടായിരുന്നു, ഒരു വയസ്സൻ കർഷകനാണ്. അപ്പോൾ കർഷകനൊരു കുതിരയുണ്ടായിരുന്നു. കുതിരയെ കണ്ടിട്ടുണ്ടല്ലോ? ഒരു കുതിരയുണ്ടായിരുന്നു കർഷകൻ. അപ്പോൾ കർഷകൻ നിലമുഴാനും ഒക്കെ കുതിരയാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു ദിവസം കുതിര ഓടിപ്പോവും. കുതിര ഓടിപ്പോയപ്പോൾ എല്ലാവരും കൂടെ വരും. അയ്യോ വലിയ കഷ്ടമായിപ്പോയല്ലേ, കുതിര ഓടിപ്പോയില്ലേ, വലിയ കഷ്ടമായില്ലേ, ഭയങ്കര ദുരന്തമാണല്ലോ, നിങ്ങൾക്ക് എന്ത് ചെയ്യും എന്നൊക്കെ കഷ്ടമായില്ലേ എന്ന് വയ്ക്കും. അപ്പോൾ ഇയാൾ കഷ്ടമായി തോന്നുന്നു പറയും. പോയി കുറേ കഴിഞ്ഞിട്ട് എന്താവും, ഈ കുതിര കാട്ടിലൊക്കെ നടന്ന് കുറേ കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ എല്ലാവരും കുതിര തിരിച്ചു വന്നല്ലോ, നന്നായില്ലേ, ഇപ്പോൾ വേറെ കുതിര മേടിക്കണ്ടല്ലോ, നല്ല കാര്യമല്ലേ, നിങ്ങൾ സുഖമായില്ലേ. അപ്പോൾ അയാൾ പറയും എന്ന് പറയും. അങ്ങനെയാണോ എന്ന് ചോദിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കും, ഈ കർഷകൻ്റെ മോനുണ്ടായിരുന്നു. മോൻ കുതിരപ്പുറത്ത് കയറി ഓടിച്ച് കുതിര താഴെ വീണ്ട് കാലൊടിയും. അപ്പോൾ ആൾക്കാർ കൂടി ഒന്ന് പറയും, പണ്ടാറ കുതിര തിരിച്ചു വന്നുകൊണ്ടല്ലേ ഇപ്പോൾ പ്രശ്നം ഉണ്ടായത് അല്ലേ, ആ കുതിര അങ്ങനെ പോയിരുന്നെങ്കിൽ നന്നായിരുന്നല്ലോ, നേരത്തെ തിരിച്ചു വന്നപ്പോൾ നന്നായി എന്ന് പറഞ്ഞ ആൾക്കാർ അടുത്ത ദിവസം വന്നിട്ട് എന്ത് പറയും, തിരിച്ചു വന്നത് അപ്പോൾ പ്രശ്നമായത്, ഇല്ലെങ്കിൽ ഞങ്ങൾ മോൻ്റെ കാലൊടിയില്ലായിരുന്നല്ലോ എന്ന് പറയും. ആൾക്കാരെ തീരുമാനം മാറാൻ വേണ്ടിയിട്ട് 2 ദിവസം പോലും എടുത്തില്ല. 2 ദിവസം മുന്നേ കുതിര തിരിച്ചു വന്നത് നന്നായി, നിങ്ങൾ ഭാഗ്യമുള്ള ആളാണെന്ന് പറഞ്ഞ അതേ ആൾക്കാർ 2 ദിവസം കഴിഞ്ഞിട്ട് കുതിര മോളൊന്ന് വീണിട്ട് മോൻ്റെ കാലൊടിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, കഷ്ടയാ പണ്ടാറ കുതിര തിരിച്ചു വന്നുകൊണ്ടല്ലേ കാലൊടിഞ്ഞതെന്ന് പറയും. അപ്പോഴേ പറയും ഇസ് ഇറ്റ് സോ, അങ്ങനെ പറയും. അങ്ങനെയാണോ ചോദിക്കും. കുറച്ച് ദിവസം കഴിക്കും യുദ്ധം പൊട്ടിപ്പുറപ്പെടും. അപ്പം നഗരത്തിലെ എല്ലാ യുവാക്കളെയും ഗ്രാമത്തിലെ യുവാക്കളെയൊക്കെ പട്ടാളക്കാർ വിളിച്ചു വന്ന് യുദ്ധത്തിന് നിർബന്ധമായിട്ട് പിടിച്ചോണ്ട് പോകും, യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇയാളുടെ മോന് കാലൊടിഞ്ഞ് കിടക്കാണല്ലോ, മോന് മാത്രം പോകേണ്ടി വരില്ല, പോയവരൊക്കെ ചത്തുപോകും. അപ്പോൾ ആൾക്കാർ അതിപ്പോൾ നന്നായില്ലേ, നിങ്ങൾ ആ കുതിര വന്ന് കാലൊടിഞ്ഞപ്പോഴേക്കും മോൻ്റെ കാലൊടിഞ്ഞുകൊണ്ടല്ലേ ഇപ്പോൾ പോകണ്ടാതെ വന്ന്, മറ്റുള്ളവരൊക്കെ നല്ല പിള്ളേരെ പിടിച്ചോണ്ട് അവരൊക്കെ മരിച്ചുപോയി, നിങ്ങളെ മോൻ എന്തൊരു ഭാഗ്യമാണ് ആ കുതിരേൻ്റെ മോളിൽ താഴെ വീണ് കാലൊടിഞ്ഞോണ്ടല്ലേ ഇപ്പോൾ രക്ഷപ്പെട്ടത്. 2 ദിവസം മുന്നേ പറഞ്ഞിട്ടുള്ള പണ്ടാറ കുതിര തിരിച്ചു വന്നുകൊണ്ടാണ് നിങ്ങളെ മോൻ്റെ കാലൊടിഞ്ഞത്.
വലിയ കഷ്ടമായി പോയെന്ന്. ആ കഷ്ടമായി എന്ന് പറഞ്ഞ ആൾക്കാർ എന്തായി? 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അത് ഭാഗ്യമായില്ലെന്ന് പറഞ്ഞു. അപ്പം ആദ്യം കുതിര പോയത് കഷ്ടമായി, കുതിര തിരിച്ചു വന്നത് ഭാഗ്യമായി. കുതിര തിരിച്ചു വന്നത് കഷ്ടമായി, അതുകൊണ്ടാണ് കാലൊടിഞ്ഞത്. തിരിച്ചു വന്ന് കുതിര വന്ന് തിരിച്ചു വന്ന് കാലൊടിഞ്ഞുകൊണ്ട് അത് നന്നായി, അതുകൊണ്ടാണ് മോൻ രക്ഷപ്പെട്ടത് എന്ന് പറയാം. മനസ്സിലായോ? അപ്പം ആളുകൾ നിങ്ങളെപ്പറ്റി ഉണ്ടാക്കുന്ന തീരുമാനങ്ങളും നിങ്ങളെപ്പറ്റി എടുക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ പറഞ്ഞാലും മാറും. നിങ്ങൾ അതിലൊന്നും അപ്പോഴും ഇയാൾ പറയുന്നുണ്ട് മോൻ രക്ഷപ്പെട്ടല്ലോ, അപ്പോഴും ഇയാൾ ചോദിക്കുന്ന ഇസ് ഇറ്റ് സോ എന്നാണ്. അപ്പോൾ നമ്മളതിന് ആ ഒരു നിസ്സംഗതയോടെ വേണം നേരിടാൻ. ചിലർ പറയും ഇവള് പരീക്ഷയിൽ തോറ്റൂലേ, ഇവളെ കൊണ്ട് ഇനി ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ നിങ്ങളങ്ങനെ തളർത്തി കളയും. വിടരുത്. നിങ്ങൾ ഫീനിക്സ് പക്ഷികളെ പോലെ അടുത്ത പരീക്ഷയിൽ വന്ന് അങ്ങ് അടിച്ച് കയറി 99 മാർക്കടി കൊള്ളാം നല്ല കുട്ടി, അടുത്ത പരീക്ഷയിൽ തോറ്റാൽ അവർ പിന്നെയും തീരുമാനം മാറ്റും. അപ്പം ആളുകളുടെ തീരുമാനം നിങ്ങളെ ബാധിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? ഒരൊറ്റ ചെറിയ കഥ കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഈ കഥ നടക്കുന്നത് ഇറാഖിലാണ്. ഇറാഖ് എവിടെയാണെന്ന് അറിയാത്ത എത്ര ആളുണ്ട്? ഇറാഖ് ഏത് കോണ്ടിനെൻറ്റിലാണ്? പറ. ഇറാഖ് ഏത് ഭൂഖണ്ഡത്തിൽ? നിനക്ക് ഭൂഖണ്ഡം അറിയാനുള്ള പ്രായമായിട്ടില്ല. ഇറാഖ് ഏത് കോണ്ടിനെൻറ്റിലാണ്? കേട്ടത് പറയാനാണെങ്കിലും നല്ല ശബ്ദമുണ്ട്, കുഴപ്പമില്ല. ഇതുപോലെ പറയണം കേട്ടോ, നല്ലപോലെ. ഇറാഖിൽ ഭയങ്കര യുദ്ധമല്ലേ ഫുൾ ടൈം, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറേ കാലമായിട്ട് 90-കൾ മുതലേ അതിന് മുന്നേ മുതലേ 80-കൾ മുതലേ യുദ്ധമാണ്, നാട്ടുകാരായിട്ടൊക്കെ യുദ്ധമാണ്. അങ്ങനെ യുദ്ധം നടക്കുന്ന ഇറാഖ് എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് സങ്കല്പിക്കുക. എന്ത് സങ്കല്പിക്കുക? ഫുട്ബോൾ ഗ്രൗണ്ട്, ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട്. അതിൽ 4 കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 കുട്ടികളേ ഉള്ളൂ. ഇവർ ഫുട്ബോൾ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങ് ആകാശത്തിൻ്റെ മൂലയ്ക്കൽ, അവിടെ നോക്കണ്ട, ഇറാഖിലാണ്, ഇറാഖിൽ ആ മൂലയ്ക്കൽ ഒരു ചെറിയ പൊട്ട് കണ്ടേ. ചെറിയ പൊട്ട്, എന്തുകൊണ്ട്? പൊട്ട്, ഒരു ചെറിയ പൊട്ട് കണ്ടു. ആ പൊട്ട് അവിടെ നിന്ന് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണേ. സങ്കല്പിച്ച് നോക്കണം, ഒരു പൊട്ട് ഇവർ ഫുട്ബോൾ കളിക്കുമ്പോൾ അവിടെ കണ്ടു. അതിങ്ങനെ അടുത്തടുത്ത് വരികയാണ്. കുറേ കഴിഞ്ഞപ്പോഴൊരു വണ്ട് മുരളുന്ന ശബ്ദം കേട്ടു. ഉണ്ട് അടുത്തടുത്തേക്ക് ഇങ്ങ് വന്നു. കുറച്ചും കൂടെ അടുത്തെത്തിയപ്പോൾ എന്താ മനസ്സിലായത്? അതെന്തായിരുന്നു? വണ്ട്. അവിടുന്ന് പൊട്ട് പോലെ കണ്ട സാധനം ഇവിടെ എത്തുമ്പോൾ പറയേണ്ടത് വണ്ട്. അതൊരു വിമാനമായിരുന്നു, വിമാനം, യുദ്ധവിമാനം. ഓക്കെ, ഒരു ബോംബർ വിമാനമായിരുന്നു. എന്തായിരുന്നു? ബോംബർ വിമാനം. ബോംബർ വിമാനം എന്ന് വെച്ചാൽ എന്താ? ബോംബർ വിമാനം വളരെ നൈസായിട്ടുള്ള സാധനമാണ്. നമ്മുടെ തലയുടെ മേലെ കൂടെ വരും, നൈസായിട്ടൊരു ബോംബിടും, നമ്മളൊക്കെ ഭസ്മം. അപ്പോൾ ഈ ബോംബ് ഇങ്ങനെ ഓടുന്ന ഒന്ന് വിട്ടു. ബോംബ് വീണുണ്ടോ? നല്ല രസമാണ്. ഇങ്ങനെ ആടി ഇങ്ങനെ വരും. താഴെ വരുമ്പോൾ നിലത്ത് തട്ടി അപ്പം പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ ബോംബ് വന്നിട്ട് എന്ത് ചെയ്തു? കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ വന്നിട്ട് വീണു. പിന്നെ മൊത്തം ഇരുട്ടാണ്. അപ്പോൾ ഈ ഒരു കുട്ടി അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ പോയിട്ട് കണ്ണുറക്കും. അപ്പോൾ ആ കുട്ടിയുടെ ഒരു കാല് ബോംബിൽ പൊട്ടിപ്പോയി. മറ്റ് 3 കുട്ടികൾ മരിച്ചുപോയി. ഞാൻ ഒരു കുട്ടി ഒരു വിപരീത സാഹചര്യത്തിനെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടിയുടെ കാല് മൊത്തമായിട്ട് ഷെല്ല് പൊളിഞ്ഞു പോയി നല്ലപോലെ. അപ്പോൾ നിങ്ങൾക്ക് കാലൊടിഞ്ഞ കൈയൊടിഞ്ഞ ആരെങ്കിലും ഉണ്ടോ? പേടിക്കണ്ട കേട്ടോ, നല്ല പോസിറ്റീവായിട്ടുള്ള കഥ, ആരും പേടിക്കണ്ട. അപ്പോൾ കുട്ടിയുടെ കാല് പൊളിഞ്ഞു, കാല് മൊത്തം പരിക്കായി. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ ആണ് കൂടെ ഉള്ളത്. അപ്പോൾ ഈ അച്ഛനാണ് ഇങ്ങനെ ഈ കുട്ടിയുടെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നേഴ്സ് വരുമ്പോഴൊക്കെ അച്ഛന് ഭയങ്കര സങ്കടം. മോൻ്റെ വേദന കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ നേഴ്സാണ് എന്നോട് ഈ കഥ പറഞ്ഞത്. നടന്ന കഥ കേട്ടോ. എൻ്റെ ഒരു സുഹൃത്ത് നേഴ്സാണ്, അവർ ജോർദാനിൽ നേഴ്സായിരുന്ന സമയത്ത് ഇത് കണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ കുട്ടിയെ കാണാൻ നേരത്ത് ഈ നേഴ്സ് എല്ലാ ദിവസവും പോവും ഡ്രസ്സ് ചെയ്യാനും കുട്ടിയുടെ എല്ലാം പരിശോധിക്കാനും. അപ്പോൾ ഈ കുട്ടിക്കാണെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് മുറിവ് നേഴ്സ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര വേദനയൊക്കെയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ നേഴ്സ് എന്ന് ചെന്ന് ചോദിക്കും എങ്ങനെയുണ്ടാന്ന് വയ്ക്കും. അപ്പോൾ ഈ കുട്ടിയുടെ വേദനയും കുട്ടിയുടെ സങ്കടവും, മറ്റു 3 കൂട്ടുകാർ മരിച്ചുപോയി. ഈ കുട്ടിയുടെ കാല് പരിക്ക് പറ്റി നടക്കാൻ വയ്യ. ഇത്രയും പരിക്ക് പറ്റി കിടക്കുന്ന, അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന കുട്ടിയോട് നേഴ്സ് എങ്ങനെ ഉണ്ടാകാമെന്ന് ചോദിക്കും. അപ്പോൾ കുട്ടി എന്ത് പറയുന്നത്? അവിടെ അവരുടെ ഭാഷയിൽ സെയിൻ എന്ന് പറയും. സെയിൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒന്നിച്ച് കളിച്ചിരുന്ന 3 കൂട്ടുകാരും മരിച്ച് കാലിന് പരിക്ക് പറ്റി നടക്കാനും വയ്യാതിരിക്കുന്ന അവന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, നല്ലതാണെന്ന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാണുള്ളത്? നിങ്ങൾക്ക് എന്തിൻ്റെ പ്രശ്നം നിങ്ങൾക്കുള്ളത്? രാവിലെ അമ്മ മിഠായി ചോദിച്ചാൽ മിഠായി തരും, ഒരു ബ്രോസ്റ്റഡ് ചോദിച്ചാൽ 2 ബ്രോസ്റ്റഡ് വാങ്ങിച്ചു തരും, അല്ലേ? ആർക്കെങ്കിലും ഇവിടെ കുറവുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ നല്ലതായിരിക്കും. വളരെ മോശം സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ഈ ലോകത്ത്, അത് മനസ്സിലാക്കണം. പക്ഷെ അതിൽ ആനന്ദം കണ്ടെത്താൻ പഠിച്ചവരാണ്, സന്തോഷം കണ്ടെത്താൻ പഠിച്ചവരാണ്. മനസ്സിലായോ?
അപ്പോൾ നമ്മളെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ടൊന്ന് വിലയിരുത്തണം. നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ അതിൻ്റെ ഒരു വില ഉണ്ടാവില്ല. നമുക്ക് ഉണ്ടോ? നിങ്ങൾക്ക് രാവിലെ ആകുമ്പോൾ ഭക്ഷണം കിട്ടുന്നുണ്ടോ? 3 നേരം കിട്ടുന്നുണ്ടോ? നല്ലപോലെ കഴിക്കുന്നുണ്ടോ? ഇല്ലേ? ഇത് കിട്ടാത്ത ആൾക്കാർ ഈ ലോകത്തുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സങ്കടം എന്താണ്? എനിക്ക് കഴിക്കാൻ കിട്ടുന്നില്ല എന്നാണ്. നിൻ്റെ സങ്കടം എന്താണ്? എനിക്ക് മൊബൈൽ തന്നില്ല എന്നാണ്, അല്ലേ? എനിക്ക് TV കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പം സങ്കടങ്ങൾ വളരെ റിലേറ്റീവാണ്. നമ്മുടെ സങ്കടങ്ങളൊക്കെ ചിലപ്പം മറ്റു പലരെയും എന്താ പറയുക, അത്യാഗ്രഹങ്ങളും അത് ലക്ഷറികളുമായിരിക്കും. നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ ചിലപ്പോൾ നമുക്ക് ഡെയിലി കിട്ടുന്ന സാധനങ്ങൾ പലരുടെയും ലക്ഷറികളായിരിക്കും. നമുക്കത് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് തിരിച്ചറിയുകയും അതിൽ സന്തോഷിക്കാൻ പഠിക്കുകയുമാണ് നമ്മൾ ആദ്യം വേണ്ടത്. ഇതാണ് ആ കഥയുടെ ഒരു മോറൽ എന്ന് പറയുന്നത്. അതിൻ്റെ കഥ പറച്ചിൽ കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ നമുക്ക് ചെറിയൊരു സംസാരം കൂടി ആവാം. കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് റാപ്പപ്പ് ചെയ്യാം. ഓക്കെ.